എൻ്റെ പേര് തെരേസ്. ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2023 മാർച്ച് 8-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ PSC എക്സാം വഴി ഗവൺമെൻറ് ജോലിക്ക് അപ്ലൈ ചെയ്തായിരുന്നു. അപ്പോൾ എക്സാമിന് അതിനു വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ അനുഗ്രഹം ലഭിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് IT-യിലേക്ക് മാറാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുത്ത് പഠിച്ചായിരുന്നു. അപ്പോൾ ഗ്ലോബൽ സർട്ടിഫിക്കേഷന് വേണ്ടി RHCSA എക്സാം എഴുതാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തു. ഞാനും എൻ്റെ ഫ്രണ്ട്സ് ഒരു 5 പേരും കൂടിയാണ് രജിസ്റ്റർ ചെയ്തത്. ഞങ്ങൾ എല്ലാവരും എക്സാം എഴുതി. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും തന്നെ ആദ്യത്തെ അറ്റംപ്റ്റിന് കിട്ടിയില്ല. അതിനുശേഷം ഞാൻ രണ്ടാമത് എക്സാമിന് ഡേറ്റ് എടുത്തു. അപ്പോൾ അതിന് മുന്നായിട്ട് എൻ്റെ കൂടെ എഴുതിയ 2 പേര് സെക്കൻഡ് അറ്റംപ്റ്റ് എഴുതി. പക്ഷെ അവർക്ക് കിട്ടിയില്ല. അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, എന്തായാലും ജയിക്കുമെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒഫീഷ്യലിന് മെയിൽ അയച്ചു, ഞങ്ങൾക്ക് പാസ്സാവുന്ന ഉറപ്പാണ്, എന്താണ് ഇങ്ങനെ പാസ്സാവാത്തതെന്ന് പറഞ്ഞ്. അപ്പോൾ അവർ ചെക്ക് ചെയ്തു. ഒരാഴ്ചക്കുള്ളിൽ പറഞ്ഞു, നിങ്ങളുടെ റിസൾട്ട് കറക്റ്റാണ്, നിങ്ങൾക്ക് വേറെ മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് ഞാൻ ഡേറ്റ് എടുത്തത്. ഡേറ്റ് എടുത്തല്ലേ, എന്തായാലും മാതാവ് എന്ന് പറഞ്ഞ ഡേറ്റ് അല്ലേ, എക്സാം എന്തായാലും എഴുതാമെന്ന് പറഞ്ഞു. ഞാൻ എക്സാം എഴുതി. ആ എക്സാം ഞാൻ പാസ്സായിരുന്നു. അപ്പം ഞാൻ ഈ എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എനിക്ക് 300 ഞങ്ങൾക്ക് ടോട്ടൽ മാർക്ക്. അതിന് 210 മാർക്ക് വേണം ജയിക്കാനായിട്ട്. പക്ഷെ എൻ്റെ ആഗ്രഹം ഇരുന്ന് ഞാൻ 270 മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ മനസ്സിൽ ചുമ്മാ ആഗ്രഹിച്ചായിരുന്നു. പിന്നെ എക്സാമിന് കോൺഫിഡൻസ് ഇല്ലാത്ത കാരണവും അതേപോലെ തന്നെ ആരും ഇങ്ങനെ പാസ്സാവാത്ത കാരണം അതൊക്കെ ഞാൻ മറന്നൊക്കെ പോയി. അവസാനം റിസൾട്ട് വന്നപ്പോൾ മാതാവ് എനിക്ക് 271 മാർക്ക് തന്ന് എന്നെ എക്സാം പാസ്സാക്കി. ഈ എക്സാമിന് പോകുന്നതിന് മുന്നേ ഞാൻ എക്സാം ഹാളിൽ നമുക്കിവിടെ നിന്ന് വെഞ്ചരിച്ച ഉപ്പ് അത് ഞാൻ എക്സാം ഹാളിൽ വിതറിയായിരുന്നു. അതേപോലെ തന്നെ ഈ ഇവിടുന്ന് ഉടമ്പടി കാശ് രൂപം ഞാൻ എൻ്റെ ഡ്രസ്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടായിരുന്നു എക്സാം എഴുതിയത്. ഇത് അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതേപോലെ 2023 മെയ് മാസം ഞങ്ങൾ കൃപാസനത്തിലേക്ക് കുടുംബസമേതം ഞങ്ങൾ വരികയായിരുന്നു. കാറിലായിരുന്നു അമ്മ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഓവർ സ്പീഡിൽ വന്ന വണ്ടി ഞങ്ങളുടെ ബുള്ളറ്റ് ഞങ്ങളുടെ കാറിന് ഇടിക്കുകയുണ്ടായി. ആ ഇടിയുടെ ആ ഫോഴ്സിൽ ആ ഓടിച്ചിരുന്ന വ്യക്തി 1 മീറ്ററോളം അകലയിലേക്ക് തെറിച്ച് വീണായിരുന്നു. അപ്പോൾ ഈ വേറെ കുഴപ്പമൊന്നും ആ പയ്യന് പറ്റിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആൾക്കാരൊക്കെ വന്നു, പോലീസും വന്നു. എന്നിട്ട് ഈ പയ്യൻ്റെ വണ്ടി അപ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പയ്യനെ കൊണ്ടുപോയായിരുന്നു. എക്സ്റേ എടുത്തു നോക്കി, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചില്ല് കൊണ്ട ചെറിയ ചോരപ്പൊടിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെ 2 പേരെയും എൻ്റെ കുടുംബത്തെയും ആ വ്യക്തിനെയും മാതാവ് സംരക്ഷിച്ചായിരുന്നു. ഞങ്ങൾ ഈ കാറിൽ കയറി അപ്പം തന്നെ നമ്മ ജപമാല ചൊല്ലിക്കൊണ്ടായിരുന്നു നമ്മ യാത്ര തുടർന്നിരുന്നത്. ഞങ്ങൾ ജപമാല ചെല്ലുമ്പോഴായിരുന്നു ഇത് സംഭവിച്ചത്. അമ്മ മാതാവ് ഞങ്ങൾ 2 വ്യക്തികളെയും കാത്ത്. പിന്നത്തെ എൻ്റെ ജീവിത പങ്കാളിക്ക് ജോലി ഞങ്ങൾ മാറുന്നതിന് നോക്കുന്നുണ്ടായിരുന്നു. 2-3 മാസത്തോളമായി നോക്കുന്നത്. അപ്പോൾ വിസ ഒക്ടോബറിൽ തീരുമായിരുന്നു. പിന്നെ പുതിയ വിസ എടുക്കണം. അപ്പോൾ പിന്നെ 2 കൊല്ലത്തേക്കാണ് പുതുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പിന്നെ മാറാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അവർ പറയണത് ചിലപ്പോൾ അവർ പറഞ്ഞ കോമ്പൻസേഷൻ നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു, ഈ വിസ പുതുക്കുന്നതിന് മുന്നായിട്ട് വേറൊരു കമ്പനിയിലേക്ക് ജോലി കിട്ടി കയറാൻ പറ്റിയിരുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കൊന്തയൊക്കെ ചെല്ലുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ മാതാവ് തീരുന്നതിന് മുന്നേ വിസ പുതുക്കുന്നതിന് മുന്നായിട്ട് ഓഫർ ലെറ്റർ തന്ന് അനുഗ്രഹിച്ചു. ഇതേപോലെ ഞാൻ എൻ്റെ വിവാഹം നടക്കുന്നതിനായിട്ട് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അത് അമ്മ മാതാവ് മംഗളകരമായി നടത്തി തന്നു. ഞങ്ങൾ ഉടമ്പടിയിലായിരുന്നിരുന്ന സമയവും എല്ലാ മാസം തന്നെ ഇവിടെ കൃപാസനത്തിൽ വരും. അതേപോലെ തന്നെ ഉടമ്പടി പത്രം വാങ്ങിക്കും, പ്രാർത്ഥിച്ച് നമ്മ പള്ളിയിലൊക്കെ വിതരണം ചെയ്യുമായിരുന്നു. എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് നല്ല പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അനുഗ്രഹം കിട്ടിയാലും മാതാവിനോട് ഞാൻ നന്ദി പറയാമെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ സാക്ഷ്യം പറയുന്നതിനെക്കുറിച്ച് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അനുഗ്രഹം കിട്ടാൻ തടസ്സമായി നിൽക്കുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ഞാൻ എന്തായാലും സാക്ഷ്യം പറഞ്ഞേക്കാം, എനിക്ക് സാക്ഷ്യം പറയാൻ യോഗ്യതയുണ്ട് എന്ന് ഇവിടുന്ന് പറയുകയാണെങ്കിൽ ഞാൻ കാരണമായിട്ട് സാക്ഷ്യം പറയാതിരിക്കില്ല, സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് ഞാൻ നേർന്നു. അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു.
പിന്നെ ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനമായി ചെയ്തത് ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി നമ്മൾ അവരൊപ്പം സമയം ചെലവഴിക്കും. അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസയൊക്കെ കൊടുക്കുമായിരുന്നു. അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡേഴ്സിനായിട്ട് ഫുഡിൻ്റെ പൈസ തന്ന അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.